എല്ലാവർക്കും നമസ്കാരം. മൈസ്റ്റാറ്റിലേക്ക് സ്വാഗതം. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷന് താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ഉള്ളത് വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ്. പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. King of Cups, Two of Wands, Queen of Cups, Queen of Swords, Page of Swords, Five of Pentacles energy. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കിങ് ഓഫ് കപ്സ് അതേപോലെ തന്നെ ടു ഓഫ് വോൺസ് എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഈ ഒരു മാസം വലിയൊരു മാറ്റം ജീവിതത്തിലേക്ക് വരുന്ന സമയമാണ്. ജോലിയിൽ ഉദ്യോഗ കയറ്റം ലഭിക്കുന്നുണ്ട്. ഉയർന്ന സ്ഥാനത്തേക്കുള്ള ഉദ്യോഗ കയറ്റം സാധ്യമാകുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവര്, ബാങ്ക്, ഫിനാൻസ്, പണമിടപാട് നടത്തുന്ന സ്ഥാപനമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളവർക്ക്, അതേപോലെ അക്കൗണ്ടന്റ്, അതേപോലെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്നവർക്ക്, CA അതുപോലുള്ള ജോലിയിലൊക്കെ നിൽക്കുന്നവർക്ക് വളരെയധികം സാധ്യതകളുള്ള സമയമാണ്. ഇപ്പോൾ ആരുടെയെങ്കിലും കീഴിൽ നിൽക്കുന്നവരാണെങ്കിൽ സ്വന്തമായിട്ടൊരു അക്കൗണ്ടൻസി ഫേം സ്വന്തമായിട്ട് സ്ഥാപിക്കാനുള്ളൊരു സാഹചര്യം സാധ്യമാകുന്നത് ഈ ഒരു മാസത്തിൽ കാണുന്നുണ്ട്. അതേപോലെ സാധാരണ ക്ലറിക്കൽ പോസ്റ്റിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് ഒരു മാനേജറൽ പൊസിഷനിലേക്ക് എത്താനുള്ള ഒരു അവസരം കൂടിയിട്ട് ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാര്യങ്ങൾ കൂടാതെ മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും അങ്ങനെയുള്ള കാര്യങ്ങൾ, വിനോദങ്ങളിലൊക്കെ ഏർപ്പെടാൻ പറ്റിയ അവസരം സൂചിപ്പിക്കുന്നുണ്ട്. വിദ്യാഭ്യാസം മാത്രമല്ലാതെ കലാ, കായിക, സാഹിത്യം പോലുള്ള മേഖലകളിലും കഴിവ് തെളിയിക്കാൻ സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ റിട്ടയർ ആയിട്ടുള്ളവരോ റിട്ടയർ ആവാൻ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം റിട്ടയർമെന്റ് ശേഷം ഇനി എങ്ങനെയാണ് എന്നുള്ളത് ആ ഒരു ചിന്തയ്ക്ക് ഒരു അറുതി വരുന്നുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് എന്തോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, അതിലേക്ക് വെറുതെ ഇരിക്കാതെ എന്തെങ്കിലും കാര്യത്തിൽ ഏർപ്പെടാനുള്ള ഒരു ചിന്തയിലേക്ക് പോകുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടവിനോദം ഒരു പാഷൻ, അതൊരു ജോലിയാക്കി മാറ്റും, ഒരു വരുമാന മാർഗമാക്കാൻ ഉള്ളൊരു സാഹചര്യമോ അതല്ലെങ്കിൽ ഒരു ബിസിനസ്സോ മറ്റു കാര്യങ്ങളോ നിങ്ങൾ തുടങ്ങുന്നതിനുള്ള ഒരു അവസരമാണിത് സൂചിപ്പിക്കുന്നത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ജോലി സംബന്ധമായിട്ട് വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള അവസരം സൂചിപ്പിക്കുന്നുണ്ട്. വിദേശത്തേക്ക് പോകാൻ ചേക്കേറി പാർക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു അവസരം കൂടിയിട്ട് ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. പല തീരുമാനങ്ങളും എടുക്കുന്ന ഒരു മാസം കൂടിയിട്ടാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരു നല്ലൊരു ലീഡർഷിപ്പ് പൊസിഷനിൽ നിങ്ങൾക്ക് എത്താനുള്ള ഒരു സാഹചര്യം കൂടിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. കരിയർ ഗോൾസ്, അതേപോലെ വലിയ വലിയ കോർപ്പറേഷൻ, ഗവൺമെന്റ്, പൊളിറ്റിക്സ് ഇതുപോലുള്ള കാര്യം കരിയർ ഗോളായിട്ട് വെച്ചിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ നല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ള ലെവലിലേക്ക് എത്തിച്ചേരാനായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില പ്രായമായിട്ടുള്ളവരോ അല്ലെങ്കിൽ ശാരീരികമായിട്ട് നല്ലൊരു രീതിയിലല്ലാത്തവര്, നല്ല ഷേപ്പിലല്ലാത്തവര്, ഹൃദയ സംബന്ധമായിട്ടുള്ളതോ ബോൺസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഓസ്റ്റിയോപോറോസിസ് പോലുള്ള കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ സാധ്യതകൾ സൂചിപ്പിക്കുന്നു. അപ്പോൾ ശരീരം ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത്, നിങ്ങളുടെ ശരീര സ്വാസ്ഥ്യം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അനാവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുകയും ആരോഗ്യം ശ്രദ്ധിക്കാൻ എക്സസൈസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോരുത്തരുടെ ശരീരപ്രകൃതിയും രീതിയും അനുസരിച്ചിട്ട് ചെയ്യുക. സ്വയം വിശ്വാസമില്ലാത്തവർ അതിനെ പറ്റിയൊരു ഡോക്ടറെ മറ്റോ കണ്ടതിന് ശേഷം ആ ഒരു തീരുമാനം, അല്ലെങ്കിൽ എക്സസൈസോ ഭക്ഷണ കാര്യങ്ങളോ ഡയറ്റോ ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക, അതെടുത്ത് പറയുന്നുണ്ട്. കാരണം ഇവിടെ സ്വന്തം ഇഷ്ടമോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങളൊരു വ്യായാമ മുറ എടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തെ, സ്വന്തം ശരീരത്തെ അറിയാത്തവരാണ് ഭൂരിഭാഗം, അല്ലെങ്കിൽ ഒരു പരിധിവരെയുള്ള ആളുകൾ. സ്വന്തം ശരീരത്തെ മനസ്സിലാക്കിയിട്ടുള്ളവർ സ്വയം ആ ഒരു ഡയറ്റിലേക്ക് പോകാം. പക്ഷെ നിങ്ങളുടെ ശരീരം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാത്തവരാണെങ്കിൽ അത് ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക എന്ന്, ഓരോരുത്തരുടെ ബോഡി ടൈപ്പ്. അതേപോലെ തന്നെ ക്യൂൻ ഓഫ് കപ്സ് എനർജിയും ക്യൂൻ ഓഫ് സോർട്സ് എനർജിയുമാണ്.
നിങ്ങൾ ഒരേ സമയം തന്നെ വളരെയധികം ആത്മാർത്ഥതയും സ്നേഹവും സഹാനുഭൂതിയും മാതൃത്വവും അല്ലെങ്കിൽ മമത ഇങ്ങനെയുള്ള വികാരങ്ങളെയൊക്കെ നല്ല രീതിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ സെൻസിറ്റീവായിട്ട് കാര്യങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് എവിടെ വരയ്ക്കണം എന്നുള്ളത് അറിയാം. കാരണം എല്ലാവരോടും നിങ്ങളെ മുതലെടുക്കുന്ന ആളുകളുടെ മുമ്പിൽ ആ ഒരു സ്നേഹവും സഹാനുഭൂതിയും ഒന്നും കാണുന്നുണ്ടാവില്ല. കാരണം നിങ്ങൾക്കറിയാം നിങ്ങളോട് എങ്ങനെയുള്ളവര്, അല്ലെങ്കിൽ നിങ്ങളെ മുതലെടുക്കാതെ നിങ്ങളോട് അതേപോലെ തിരിച്ചും ഉള്ള ആളുകളോട് അതേ രീതിയിൽ തന്നെയുള്ള ഒരു പെരുമാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. അതേസമയം കാലങ്ങളായിട്ട് നിങ്ങളൊരു തീരുമാനത്തിലേക്ക് എത്താൻ പോകുന്ന ഒരു സമയമാണിപ്പോൾ. നിങ്ങൾ ചിലപ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ടോക്സിക് ആയിട്ടുള്ള ബന്ധത്തിലായിരിക്കാം. ആ ഒരു ബന്ധം അബ്യൂസീവ് ആയിട്ടുള്ള ബന്ധമായിരിക്കാം. ആ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് പോവാണ്. അങ്ങനെ ഒരു വ്യക്തി ഇനി ജീവിതത്തിൽ ആവശ്യമില്ല എന്ന് തീരുമാനിച്ച് ആ ഒരു ബന്ധത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതായിട്ടുള്ള ഒരു സൂചന കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം വേണ്ടുന്ന നല്ല നല്ല ബന്ധങ്ങൾ വകവെച്ചു കൊടുക്കുകയും അങ്ങനെയുള്ള ബന്ധങ്ങളിൽ സന്തോഷം കണ്ടെത്തുകയും വേണ്ടാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് തള്ളി നീക്കുകയും കട്ട് ചെയ്ത് മാറ്റുകയും ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം കൂടിയിട്ടാണ് ഈ ഒരു മാസത്തിൽ നിങ്ങൾ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പലർക്കും ഒരു അത്ഭുതമായിരിക്കും. ഒരേ സമയം തന്നെ നിങ്ങൾ വളരെ സോഫ്റ്റ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു, അതേസമയം തന്നെ സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ട് ഇല്ല ഇത് ഞാൻ ഇനി അനുവദിച്ചു തരില്ല എന്ന് വളരെ ഉറച്ച തീരുമാനത്തിൽ ശബ്ദത്തിൽ പറയുന്നതായിട്ടുള്ള ഒരു സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നു. എന്നത് കൂടാതെ ജീവിതം ആസ്വദിക്കാനായിട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുള്ളതാണ്. റിലാക്സ് ചെയ്യാണ്, നിങ്ങൾ ജീവിതം ആസ്വദിച്ചിട്ട് എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നുള്ളത് തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. ഇതുവരെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചിട്ട് വളരെ സെൽഫ്ലെസ് ആണ് എന്ന അഭിമാനത്തോടെ പറഞ്ഞിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സ്വന്തം കാര്യം സെൽഫ് കെയർ കൂടി എടുക്കുകയാണ്, സ്വയം സ്നേഹിക്കാൻ പഠിക്കുകയാണ്. ഇതുവരെ മറ്റുള്ളവർക്ക് വേണ്ടി സ്നേഹം എന്നാൽ ത്യാഗമാണ് എന്നുള്ള രീതിയിൽ ആക്കി വെച്ചിട്ടുള്ള ചില ആളുകളുണ്ട്. പക്ഷെ ഒരാളിൽ നിന്ന് മാത്രമേ ആ ത്യാഗം പാടുള്ളൂ, മറ്റുള്ളവർക്കൊന്നും ത്യാഗം ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലല്ല. എല്ലാവർക്കും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പറ്റും എന്നുള്ള തീരുമാനത്തിലെത്തി നിങ്ങൾ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് മുന്നോട്ടേക്ക് പോവാണ്. മറ്റുള്ളവർ എന്തൊക്കെ ചെയ്താലും ഒരാളെ കുറിച്ച് ഒരാൾക്ക് ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ 2 മിനിറ്റിൽ അവരത് മാറ്റി പറയാവുന്നതേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്ന, അതായത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ പേജ് ഓഫ് സോർഡ്സ് എനർജിയാണ് ആൻഡ് ഏസ് ഓഫ് പെൻഡക്കിൾസ് 4 ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. ഇവിടെ റിസർച്ച് പോലുള്ള കാര്യങ്ങൾ PhD ഡോക്ടറേറ്റ് ഒക്കെ എടുക്കാനായിട്ട് ആളുകൾ ശ്രമിക്കുന്നവരാണെങ്കിൽ റിസർച്ച് ഫീൽഡിലേക്കൊക്കെ പോകാനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. വിദേശത്ത് പോയിട്ട് ഡോക്ടറേറ്റ് എടുക്കാൻ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള ഒരു അവസരം വരുന്നുണ്ട്. അതേപോലെ ഹയർ ഡിഗ്രീസ്, പോസ്റ്റ് ഗ്രാജുവേഷൻ പോലെയുള്ള ഡിഗ്രീസിലേക്കൊക്കെ സാധ്യതകൾ, അതായത് MBBS ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർ MD അല്ലെങ്കിൽ BTech കഴിഞ്ഞ MTech അതുപോലുള്ള ഇതിലൊക്കെ കൂടുതൽ പുറത്തു പോയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് സാധ്യത സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ സമ്മാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. വളരെ തീരെ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് സമ്മാനം ലഭിക്കുന്നു എന്നുള്ളതാണ്. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സമ്മാനം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ വളരെ വിലപിടിപ്പുള്ള നല്ലൊരു സമ്മാനം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സാമ്പത്തികമായിട്ട് നിങ്ങൾ ചിലപ്പോൾ അത്രയും ആ ഒരു നല്ലൊരു രീതിയിലായിരിക്കില്ല, സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ള രീതിയിലല്ല എങ്കിൽ കൂടിയും ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു അവസ്ഥ ആയിരിക്കില്ല ഇപ്പോൾ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സമ്മാനം നിങ്ങൾക്ക് ലഭിക്കുന്നത് വളരെയധികം നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന്റെ ഒരു സന്തോഷം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ചില ആളുകൾ ബിസിനസ് തുടങ്ങുന്നുണ്ട്, കോസ്മെറ്റിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാവാം. സോപ്പ്, ഓയിൽ അതേപോലെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ എസെൻഷ്യൽ ഓയിൽസ് പോലുള്ള കാര്യങ്ങൾ, സോപ്പ്, അതേപോലെ പലതരത്തിലുള്ള കോസ്മെറ്റിക്സും റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചില ആളുകൾ തുടങ്ങുന്നതിനുള്ള ഒരു അവസരം കൂടിയിട്ട് സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടുള്ള ജോലി ചെയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ കൂടിയും നിങ്ങളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതിനുള്ള ഒരു അവസരം കൂടിയിട്ടാണ് ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ്
നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.